അടുത്ത് വരുന്ന ധാരാളം ക്ലയൻറ്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഷിസോഫ്രീനിയക്കാരുണ്ട്, പാരനോയിഡുകാരുണ്ട്, ബൈപ്പോളാർ, ബോർഡർ ലൈൻ, ഇങ്ങനെ പല പേഴ്സണൽ ഡിസോർഡേഴ്സുള്ള ആൾക്കാർ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. കാരണം അവർക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ആങ്കർ എന്ന് പറഞ്ഞാൽ ആങ്കർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് ശരിക്കും ഇമോഷൻസാണ്. ഇപ്പോൾ ഇമോഷൻസിനെ നമുക്ക് ഹാബിറ്റുകളിലൂടെ നന്നാക്കി എടുക്കാൻ പറ്റും. കാരണം ഇമോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റ് എന്ന് പറയും. അഫക്റ്റ് ഇപ്പോൾ ആങ്കർ തന്നെ ആങ്കറിൻ്റെ എക്സ്ട്രീം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വയലൻസ് ഉണ്ടാവും അല്ലേ. ആങ്കറിൻ്റെ ഏറ്റവും ഡൈല്യൂട്ടഡായ അവസ്ഥയിൽ പോയി കാംനെസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈ ഒരു അഫക്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ദേഷ്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്കില്ലുണ്ടാക്കുക, ഇൻ്റലിജൻസ് ഉണ്ടാക്കുക, അതിന് വേണ്ട ഹാബിറ്റുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എത്ര ദേഷ്യക്കാരനും കാമായി മാറാൻ സാധിക്കും. എത്ര കൺട്രോൾ വിട്ടുപോകുന്ന ആൾക്കും കാമായി മാറാൻ സാധിക്കും. ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം സ്ട്രെസ്സും ആങ്കറും ഉള്ള ആളായിരുന്നു. അതായത് 2 പ്രാവശ്യം ബൈപ്പാസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ ഇനി ഈ സ്ട്രെസ്സും ആങ്കറും ഉണ്ടാകാൻ നിങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് അദ്ദേഹത്തിന് ഡോക്ടർ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ദേഷ്യത്തെ മാറ്റണമെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെസ്സിനെ മാറ്റണമെന്ന് ആഗ്രഹം, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ കറക്റ്റ് പ്രശ്നം മനസ്സിലായല്ലോ. എന്താണ് പ്രശ്നം? ആങ്കറാണ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ ആദ്യം തന്നെ പർപ്പസ് ദേഷ്യത്തെ മാറ്റുക അല്ലെങ്കിൽ കാമായിരിക്കാൻ സാധിക്കും. സ്ട്രെസ്സിനെ മാറ്റിയിട്ട് മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം. അപ്പോൾ ഈ പറയുന്ന ആങ്കർ മാനേജ്മെൻറ്റിനെ മാറ്റാനായിട്ടുള്ള കീ സ്റ്റോൺ ഹാബിറ്റ് നമുക്കറിയാം, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള പ്രാക്ടീസ് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് മനസ്സിലാക്കണം, ഇപ്പോൾ ഇത് പറഞ്ഞ എല്ലാ വിഷയങ്ങളും, നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇമോഷൻസുമായി കണക്റ്റഡാണ്. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന് എന്നെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ദേഷ്യക്കാരനാണെന്നും ഞാൻ ദേഷ്യം പെടുന്ന ആളാണെന്നും ദേഷ്യം വന്നാൽ പ്രശ്നം ഉണ്ടാകുന്ന ആളാണെന്നും എനിക്കത് മാറ്റണമെന്നുമുള്ള അവയർനെസ് തന്നെ വളരെ വലിയ കാര്യമാണ്. പലർക്കും ദേഷ്യം ഉണ്ടെങ്കിൽ അവർക്കത് വിഷയമല്ല. ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പൊക്കെ ആൾക്കാർക്ക് ആ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്തോളം കാലം നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഇമോഷൻ ഇൻ്റലിജൻസ് നമ്മളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ആങ്കറുണ്ട്, ഈ ആങ്കർ പ്രശ്നമാണ്, അത് മാറ്റണം. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഞാൻ ആങ്കർ ഉണ്ടാകുന്നത്, ഞാൻ എന്തുകൊണ്ട് ദേഷ്യക്കാരനായി മാറി? എൻ്റെ സാഹചര്യമാണോ, ജനറ്റിക്കൽ ഫാക്ടേഴ്സാണോ, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണോ, എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റുകൾ തന്നെയാണോ? അപ്പോൾ ഇത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ്, കോച്ചിങ് ആവശ്യമാണ്. അതൊരു 2-3 സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ടൈലേർഡ് ആയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ചിലപ്പോൾ മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, പ്രത്യേക മെഡിറ്റേഷൻസ് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്താൽ മാറ്റാൻ സാധിക്കും. ചില അഫർമേഷൻസ് കൊടുത്ത് നമുക്ക് മാറ്റാൻ സാധിക്കും. ചിലപ്പോൾ ചില എക്സസൈസുകൾ ചെയ്താൽ മാറ്റാൻ സാധിക്കും. അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു 5-6 അല്ലെങ്കിൽ മാക്സിമം 7 വരെയുള്ള ഹാബിറ്റുകൾ ദിവസവും ഒരു 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക്, മുൻകോപം വന്ന് ഭാര്യയെ തല്ലുക, അല്ലെങ്കിൽ TV അടിച്ച് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റാണ്. ഹാബിറ്റിനേക്കാൾ അപ്പുറം ഒരു ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവൻ മുൻശുണ്ടിക്കാരനാണ്, അല്ലെങ്കിൽ അവൻ മുൻകോപക്കാരനാണ്, അരഗൻ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ടോക്സിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ ഇല്ലാതെയാക്കും. ഇപ്പോൾ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ദേഷ്യം കൊണ്ട് കുടുംബബന്ധങ്ങൾ തകർന്ന 10,000 ആൾക്കാരുണ്ട്. ഓഫീസിൽ പ്രശ്നമുണ്ടാക്കി ഒത്തിരി ആൾക്കാരെ കാണാൻ സാധിക്കും. ഈ പൊതുവെ പറയാറുണ്ട്, ഈ ആൾക്കാരൊക്കെ പല കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യും. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് സ്റ്റഡീസ് പറയുന്നതെല്ലാം, യു ആർ നോട്ട് ക്വിറ്റിംഗ് ഫ്രം എ കമ്പനി, യു ആർ ക്വിറ്റിംഗ് ഓർ ലീവിങ് എ ബോസ് എന്ന് പറയും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് മാറാനിടയായിട്ടുള്ളത്. ഇപ്പോൾ ഭാര്യ ഭർത്താവാണെങ്കിലും ആ കുടുംബത്തിൽ അമ്മായിയമ്മ ഉണ്ടാകാം, മരുമോളുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ ഒരു ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഭാര്യ പോകുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം കൊണ്ടാണ് ഭർത്താവ് ഇട്ടേച്ച് പോകുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇൻ്റലിജൻസ് ഇല്ലാത്തപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ പല വലിയ പൊസിഷനിൽ നിന്ന ആളുകളെല്ലാം താഴെ ഒറ്റയടിക്ക് വീണിട്ടുണ്ട്. അവർ ചില വാക്കുകൾ കൊണ്ടായിരിക്കാം, സ്വഭാവം കൊണ്ടായിരിക്കാം, ഇമോഷൻസ് കൊണ്ടായിരിക്കാം, നോട്ടം കൊണ്ടായിരിക്കാം, വാക്കുകൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെ ഇമോഷൻസിനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ പറയുന്ന വാക്കെന്താണ്, ഏത് സാഹചര്യത്തിൽ ഞാനിത് പറയാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ ആ കൃത്യമായി നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കണം.
അത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കില്ല. കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ഡിസിപ്ലിനായിട്ട് ചില മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ചെയ്യുമ്പോഴായിരിക്കും സാധിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇമോഷൻസ് ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് മെഡിറ്റേഷൻ സാധിക്കുന്നു. പിന്നെ മെഡിറ്റേഷൻ കൂടെ ചേർന്ന് കുറച്ച് അഫർമേഷൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിന് ഈ മെഡിറ്റേഷനെ കുറിച്ചും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും ജേർണലിങ്ങിനെ കുറിച്ചും അഫർമേഷനെ കുറിച്ചും വേണ്ട ബോധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയം. പക്ഷേ വെസ്റ്റേൺ വേൾഡിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ വിദേശത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ജേർണലിങ്ങും അഫർമേഷനും വളരെ ഹൈ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ വളരെ തേജസ്സുള്ള ആൾക്കാരായിട്ട് തോന്നും. അവർ ഏത് സാഹചര്യത്തിലും കാമായിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ജേർണലിങ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം, FG സ്കോട്ടിൻ്റെ പുസ്തകം. അതിനകത്ത് പറയുന്നതിനകത്ത് ഈ സേവിയർ എന്നുള്ള ഹാബിറ്റിനകത്ത് പറയുന്ന കാര്യമാണ് ഈ പറഞ്ഞ മെഡിറ്റേഷനും ഒപ്പം തന്നെ സ്ക്രൈബിങ്ങും ജേർണലിങ്ങും എല്ലാം. അപ്പോൾ ഏത് പുസ്തകം എടുത്തു, ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 വർഷത്തിലുള്ള 1000-ഓളം പുസ്തകങ്ങൾ ഞാൻ മുഴുവനായി വായിച്ചൊന്നുമില്ല, പക്ഷേ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിനകത്ത് എല്ലായിടത്തും പറയുന്നത് ഈ ജേർണലിങ്ങും അഫർമേഷനും മെഡിറ്റേഷനും വിജയിച്ച ആളുകൾ 90% ആൾക്കാർ പിന്തുടർന്നിട്ടുണ്ടെന്നുള്ളതും, ഒപ്പം തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹാബിറ്റുകൾ സ്ഥിരം ഫോളോ ചെയ്യുമെന്ന് പറയുന്നത്. ഇമോഷൻസ് ഈ കാലഘട്ടത്തിൻ്റെ കറൻസി എന്ന് പറയുന്നത്. പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല. പണ്ട് മെഷീൻസ് ഉണ്ട്, മനുഷ്യന് പട്ടിണിയാണ്, പട്ടിണി മാറ്റാൻ എന്തും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം മെഷീൻസ് വന്നതുകൊണ്ട് മെഷീൻസ് പലതും ആളുകളുടെ ജോലി റീപ്ലേസ് ചെയ്യുന്നു. രണ്ടാമത് ആളുകൾക്ക് ജോലിയേക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ ഇമോഷൻസ് ആയിട്ടുള്ള നീഡ്സ്. ഇപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കൊക്കെ പോകുന്ന കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് അധികവും ഇമോഷൻസ്, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എംപത്തറ്റിക്കായി ബിഹേവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹാബിറ്റിലാകലാണ് ആവശ്യം. ഇപ്പോൾ ഈ ജോലികൾക്കൊക്കെ ഇപ്പോൾ ധാരാളം HR മാനേജേഴ്സ്, MDs അവരെ കാണുമ്പോൾ അവരും പറയാറുണ്ട്, ഇപ്പോൾ ആളുകൾ നോക്കുന്നത് എങ്ങനെ ഇമോഷണൽ ക്വഷ്യൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ആദ്യം മുതൽ പേരൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കുടുംബത്തിലെ പശ്ചാത്തലങ്ങൾ, നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇമോഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മളെ ചിലപ്പോൾ ഒരു വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറാക്കി മാറ്റാം, ചിലപ്പോൾ നല്ലൊരു ക്യാരക്ടറാക്കി മാറ്റാം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മസിലെന്ന് പറയും. ഇതൊരു ഇമോഷൻ്റെ മസിൽസ് കൂട്ടാനായിട്ട് നമ്മളിപ്പോൾ അത് മെഡിറ്റേഷനും അഫർമേഷനും യോഗയും ഒക്കെ അത് ഇമോഷൻസ് കൺട്രോൾ ആളാണെങ്കിൽ കൂടെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്കർ പോലുള്ള ഹാബിറ്റും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ഹാബിറ്റാണെന്നല്ല, അതൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ആങ്കർ ഇല്ലാത്ത ആളാണെങ്കിലും ആങ്കർ ഉള്ള ആളാണെങ്കിലും ഈ പറയുന്ന ഹാബിറ്റുകൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഫാക്ടർ പ്രധാനപ്പെട്ട ട്രിഗർ, റൂട്ടീൻ, റിവാർഡ്. ഇപ്പോൾ ദേഷ്യപ്പെടാൻ സാഹചര്യമുണ്ട്, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സങ്കടം, സന്തോഷം, റിവാർഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുക. ട്രിഗർ, ഞാൻ ദേഷ്യപ്പെടുന്ന ആൾ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു. പലപ്പോഴും ദേഷ്യപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ കോമൺ ആയിരിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നല്ല കാര്യത്തിനും ഒരു 5 മുതൽ 6 വരെ കാര്യങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. ആ കാര്യങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ആ ഹാബിറ്റ് കണ്ടെത്തിയാണ് നമ്മൾ അവരെ സജസ്റ്റ്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. അവിടെയാണ് ഈ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് കോച്ച് എല്ലാം ആവശ്യം വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരേ പ്രശ്നം കൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രശ്നം സെയിം തന്നെയാണ്, പക്ഷെ അവർക്കുള്ള എല്ലാവർക്കും പ്രിസ്ക്രിപ്ഷൻ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളൊക്കെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഒന്ന് തന്നെയാണ്, ശരിയല്ലേ? പക്ഷേ ഇങ്ങനത്തെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായി വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒരേ പ്രശ്നമാണെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലി കോച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ അവരുടെ പാസ്റ്റ് ഉണ്ടായിട്ടുള്ള വൂൺസ് ആയിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് ഉണ്ടായിട്ടുള്ള ലേണിങ്സിലൊന്നും ഉണ്ടായതായിരിക്കാം, ചിലപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ്, എൻവയോൺമെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവർ വായിച്ചും പഠിച്ചും വെച്ചത് ലേണിങ്സ് ആയിരിക്കാം. അപ്പോൾ ഇതൊരു അതുകൊണ്ട് തന്നെ ഈ ശരിക്കും സത്യസന്ധമായിട്ടുള്ളൊരു കൗൺസിലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്, അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായിരിക്കും. കാരണം ഒറ്റ സിറ്റിംഗ് കൊണ്ടൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ 2, 3 അല്ലെങ്കിൽ 5, 6 ദിവസങ്ങൾ മണിക്കൂർ സംസാരിച്ചാൽ മാത്രമേ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നല്ല സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു സേവനം തന്നെയാണ്. ആ കറക്റ്റ് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം തന്നെയാണത്. കാരണം പലപ്പോഴും ഡോക്ടറിന് മുഖത്ത് നോക്കുന്നു, അസുഖം ചോദിക്കുന്നു, മരുന്ന് തരുന്നു.
ഇതൊരാളുടെ ജീവിതത്തിലേക്ക് പോകണം. ഇപ്പോൾ 40 വയസ്സുള്ള ആൾ, ജീവിച്ച ഒരാൾ, അയാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് പറ്റുമോ? ചിലപ്പോൾ 4 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ ആ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ, അയാൾക്ക് വേണ്ട കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ, പിന്നീടുള്ള ജീവിതം മൊത്തം അയാൾക്ക് മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്.